ഈ ചെയ്യാൻ പോകുന്ന സാധനത്തിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ഓക്കെ ആയിരിക്കോ ഫ്ലോപ്പ് ആവുമോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിത് ചെയ്ത് നോക്കിയേ പറ്റൂ, അതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കുകയാണ്. റീസെന്റ് ആയിട്ട് എനിക്ക് ഭയങ്കര അഡിക്ഷൻ തോന്നിയ ഒരു സാധനമുണ്ട്. നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച് സ്ക്രീൻഷോട്ട് എടുക്കുകയും സേവ് ചെയ്യുകയൊക്കെ ചെയ്യില്ലേ. പക്ഷെ ആ കൂട്ടത്തില് വേറെ കുറച്ച് ബിരുദന്മാരുണ്ട്. നമുക്ക് കണ്ട് ഇഷ്ടപ്പെടും, ചെയ്ത് നോക്കണമെന്ന് ലേശം ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം വെറുതെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യാറുണ്ട്. അപ്പോ ഇപ്പൊ നിലവിൽ എന്റെ ഫോണ് ഫുള്ള് ഇതേപോലെ സ്ക്രീൻഷോട്ട് കിടക്കുന്ന ഒരാളുണ്ട്. ഇത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴോ സേവ് ചെയ്യുമ്പോഴോ ലെവലേഷം എന്റെ മനസ്സിൽ ആഗ്രഹമില്ലായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. പക്ഷെ ഇന്ന് പെട്ടെന്ന് ഭയങ്കര പ്രൊഡക്ടിവിറ്റി തോന്നിയതുകൊണ്ട് നമുക്ക് ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് പേപ്പർ ക്രാഫ്റ്റ് ആണെന്നാണ് എന്റെ ഒരു വിചാരം. പക്ഷെ ചില മെറ്റീരിയൽസ് കാണുമ്പോൾ അത് പേപ്പർ അല്ല എന്ന് തോന്നാറുണ്ട്. സോ നമുക്ക് എന്തായാലും പേപ്പർ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ സാധാ പേപ്പർ അല്ല, A4 പേപ്പർ അല്ല യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള പേപ്പർ തന്നെ വേണം. സോ എന്റെ കയ്യിൽ ആഗ്രഹം ഉണ്ടായിട്ടല്ല കട്ട് ചെയ്യാൻ, എന്നാലും പാതി മനസ്സോടെ ഞാൻ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. വേറെ കട്ടിയുള്ള ഷീറ്റ് ഒന്നും എന്റെ കയ്യിലില്ല. അപ്പൊ നമ്മുടെ പണി തുടങ്ങുന്നതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നമ്മൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പറയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കട്ടോ. ഒരു 4-5 പേപ്പറോളം വേണ്ടി വരുമായിരിക്കും. എനിവേ ലെറ്റ്സ് കട്ട്. അയ്യോ, എന്റെ നെഞ്ചെന്തോ പൊടിയതുപോലെ. എന്നാൽ സാരില്ല, ഞാൻ ആ വേദന അങ്ങ് സഹിച്ച് കട്ട് ചെയ്യും. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വളരെ അഫോർഡബിൾ ആയിട്ട് വാങ്ങിച്ച ഒരു സ്കെച്ച് ബുക്കാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന സാധനത്തിന് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ലെന്നേ. ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ കയ്യിലുള്ള മിനിമൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇതാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന ആ ഒരു വാള്. ആദ്യമേ കണ്ടു കഴിഞ്ഞപ്പോൾ വരയ്ക്കുന്നു, പെയിന്റ് അടിക്കുന്നു, കട്ട് ചെയ്യുന്നു, ഒട്ടിക്കുന്നു, എല്ലാം വളരെ സിമ്പിൾ ആയിരിക്കും. എന്നെല്ലാം കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നും വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഇതിപ്പോ ഞാൻ എടുത്ത സമയത്തിന്റെ പാതിയുടെ പാതി പോലും ഞാനിവിടെ കാണിച്ചിട്ടില്ല. ഞാനിത് സ്പീഡിലാക്കി കാണിച്ചു, ഇല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും. ഈ പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തവും കൊളുത്തി പട എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് പല സാഹചര്യങ്ങളിലും ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ഒരു റിലാക്സേഷന് വേണ്ടി ക്രോഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്തിന്റെ കേടായിരുന്നു. വെറുതെ മനസ്സിലൊരാഗ്രഹം, കുറച്ചു നേരം മനസ്സിന് സ്ട്രെസ് ഇല്ലാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്താലോ. അപ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത് ക്രാഫ്റ്റ് ആയിരുന്നു. പിന്നെ ഒട്ടും വൈകിച്ചില്ല, മിനിമൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ആവശ്യമുള്ള നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സാധനം അങ്ങോട്ട് എടുത്തു പണിതു. ഇതിലങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരാനായിട്ട് ഒന്നും തന്നെ ഇല്ല. 5-6 പേപ്പറൊക്കെ വേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ 2 പേപ്പർ പോലും എനിക്ക് വേണ്ടി വന്നില്ല. ഒറ്റ പേപ്പറിൽ കാര്യം കഴിഞ്ഞു. ഒരു സൈഡ് ഇതേപോലെ മുറിച്ച് വാളായിട്ട് എടുക്കുക, അതിന് ഗ്രിഡൊക്കെ പെയിന്റ് ചെയ്തെടുത്ത് ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം അപ്പുറത്തെ സൈഡ് ഒരു പോർഷൻ മുറിച്ച് വെച്ചല്ലോ, അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുഞ്ഞു സാമഗ്രികളെല്ലാം തന്നെ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുത്ത് പെയിന്റ് അടിച്ച് വെക്കുക. ഐഡിയ ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെഫറൻസിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതായതുകൊണ്ടും ആദ്യം തന്നെ എന്റെ ഇഷ്ടത്തിന് ചെയ്ത് കുളവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ റെഫറൻസ് അങ്ങ് ഫോളോ ചെയ്തു എന്ന് മാത്രം. ഈ റെഫറൻസിലുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ റൂമിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാമഗ്രികൾ ഇതേപോലെ ഉണ്ടെങ്കിൽ ചെറുതാക്കി വരച്ച് അത് കട്ട് ചെയ്തെടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൂം എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇന്റീരിയർ ഇതേപോലെ ഒരു എസ്തറ്റിക് സെറ്റപ്പ് വേണമെന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. മേ ബി അതായിരിക്കാം ഇങ്ങനെ ഒരു വർക്ക് പിൻട്രസ്റ്റിൽ കണ്ടതും എന്നെ ഹഠാത് ആകർഷിച്ചതും ഇത്രയധികം സ്ക്രീൻഷോട്ടുകൾ ഞാൻ എടുത്തു വെച്ചതും. ഇതുപോലെ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് ഇപ്പം നിങ്ങളുടെ ഗാലറി അടച്ചു വാഴുന്ന ഏതെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാളിൽ അത്യാവശ്യം 2 കബോർഡ്, പിന്നെ ഒരു ചെറിയ ഒരു ഏണി പോലൊരു സാധനം, അതിലിങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ചെടികള്, ഇലകള്, പിന്നെ പോട്ട്, അതിനുള്ള കാര്യങ്ങൾ. ഇത്രയൊക്കെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ലാസ്റ്റ് അറ്റ് ദ എൻഡിൽ ഞാൻ കയ്യിൽ നിന്ന് 2-3 സാധനം കൂടി ഇട്ടായിരുന്നു. വേറെ ഒന്നുമില്ല, കുറച്ച് ബുക്കുകൾ, പിന്നെ ഒരു ചെറിയൊരു വൈറ്റ് പോട്ട്. ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും നമുക്ക് പിന്നീട് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ചെയ്ത് വെക്കാം. ഇവിടെ വരെയും എല്ലാം നോർമലായിരുന്നു. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ഈ കുഞ്ഞു സാധനങ്ങളെല്ലാം ഇങ്ങനെ കുനൂന അരിഞ്ഞെടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പണ്ട് ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഇതേപോലെ കുത്തിയിരുന്ന് കുനൂന അരിഞ്ഞു കൂട്ടാറുണ്ട് എന്ന് എൻ്റെ അമ്മ പറഞ്ഞ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ കുനൂനരിഞ്ഞു കൂട്ടുന്നത് എൻ്റെ ഒരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരാശ്വാസമൊക്കെ ഉണ്ട്. അല്ലാത്ത പക്ഷം എനിക്ക് തൊട്ടും വയ്യായിരുന്നു. അതിൻ്റെ ഫേസിലെ എക്സ്പ്രഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കട്ട് ചെയ്ത് വരുമ്പോൾ എനിക്ക് ലാസ്റ്റ് ഡൗട്ടായി, ഞാൻ ഈ കുഞ്ഞു സാധനമാണോ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്, അതോ ഈ ഒരു പേപ്പർ ആണോ ഞാൻ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത് എന്നായിരുന്നു എൻ്റെ സംശയം. അറ്റ് ലാസ്റ്റ് എല്ലാം വെട്ടിക്കണ്ടിച്ചത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇതേപോലെ കിടക്കും. ഈ അലത്തുപോലത്തെ സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും.
അതുകൊണ്ട് എല്ലാം വൃത്തിക്കടുക്കി വെച്ചു. ഓരോ കാറ്റഗറി ആയിട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ ആദ്യം ഷെൽഫ്, പിന്നെ ഈ ഒരു കബോർഡ്, അതിനുശേഷം അതിനുള്ളിലേക്ക് വെക്കേണ്ട ഓരോ ഡെക്കോർ ഐറ്റംസ്, അങ്ങനെ ഓരോന്നും ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു പശ എടുത്തത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഇതേപോലെ കയ്യിൽ ഒട്ടിച്ചിട്ട് അങ്ങ് തോണ്ടി കൊടുത്താൽ മതിയെന്നേ. അല്ലാതെ പ്രത്യേകിച്ച് വല്ല ഫെവിക്കോളൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് പോയേനെ, ഒഴിച്ച് അത് തേച്ച്. ഇതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് തോണ്ടി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റിക്കി ഗംസ് യൂസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇപ്പോൾ എൻ്റെ പരിസരം കാണുമ്പോൾ എന്തുകൊണ്ടും ഞാൻ കണ്ടിന്യൂസ് ക്രാഫ്റ്റ് അങ്ങനെ ചെയ്യാത്തത് നല്ലത് തന്നെയാണ്. കാരണം നിസ്സാരം ക്രോഷ് ചെയ്യുമ്പോൾ തന്നെ ഒരു ദിവസം എൻ്റെ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പട്ടി വെള്ളം കുടിക്കാറില്ല. ആ ഒരു സ്ഥാനത്ത് ഞാൻ ഇനി ക്രാഫ്റ്റും കൂടെ എടുത്ത് എറിയുകയാണെങ്കിൽ ടേബിൾ പോയിട്ട് ഈ റൂം കണ്ടാൽ പോലും പട്ടി വെള്ളം കുടിക്കാത്ത അവസ്ഥയാകും. അതുകൊണ്ട് എന്തായാലും നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഇതേപോലെയല്ല, ചെറിയ രീതിയിലൊക്കെ റിലാക്സേഷൻ കിട്ടുന്ന നല്ല നല്ല ക്രാഫ്റ്റുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഉണ്ടാക്കിയ വാള് ഏതോ ഒരു സൈക്കാട്രിസ്റ്റിന്റെ ആണ്. ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ബുക്കുകൾക്കെല്ലാം ഞാൻ പേരെഴുതിയത് മെന്റലിസം റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളുടെ പേരുകളാണ് എഴുതിയേക്കുന്നത്. അങ്ങനെ വാളിന് ഇത്രയും നല്ലൊരു പ്രൊഫഷണലിസം കൂടെ കൊടുക്കാൻ പറ്റിയതിൽ അതിയായി സന്തോഷമുണ്ട്. ഞാൻ കണ്ടതും ചെയ്തതും തമ്മിൽ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കണ്ട, പിന്നെ സബ്സ്ക്രിപ്ഷൻ ഒട്ടും മറക്കരുത്. പിന്നെ ഈ ഒരു സാധനത്തെ പറ്റിയിട്ടോ ഇതേപോലെ പിൻട്രസ്റ്റിൽ നിങ്ങൾ എടുത്തിട്ടുള്ള സാധനം എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ബൈ.